ഇറങ്ങിക്കോ. ആ വന്നേ പതിയെ. രണ്ടുപേരും പറഞ്ഞ സമയത്ത് ഇവിടെ ഉണ്ടാവണം. വേറെ ഒരിടത്തേക്കും പോകരുത്. ഇല്ല അങ്കിളെ. വാ സത്യ. പോവാം. വിശ്വസിച്ച് ജീവിക്കുക. സത്യം എന്താണെന്നറിയാതെ. ഈ ജീവിതത്തിന് അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. നമുക്കൊരിക്കലും പിടിതരില്ല. എന്നിട്ടും നമ്മൾ എല്ലാവരും ജീവിക്കുന്നു. ശരിക്കും അതാണ് നല്ലത്. പകുതി മനസ്സിലാക്കിയും ബാക്കി പകുതി മനസ്സിലാക്കാതെയും അങ്ങ് ജീവിക്കുക. ശാലിനിക്ക് ഞാൻ പറഞ്ഞത് മുഴുവനായിട്ടും മനസ്സിലായില്ലല്ലോ. അത് തന്നെയാണ് ജീവിതം. ഇനി മറ്റൊന്നുണ്ട്. കാണുന്നതേ വിശ്വസിക്കുമെന്ന് പറഞ്ഞ് ജീവിച്ചാലും ജീവിക്കാൻ പറ്റില്ല. കാരണം ഈശ്വരനെ നമ്മളാരും കാണുന്നില്ലല്ലോ. എന്നിട്ടും ഈശ്വരനെ നമ്മൾ വിശ്വസിച്ച് ജീവിക്കുന്നില്ലേ? അതൊരു ചതുരംഗ കളിയാ ശാലിനി. ഇവിടെ വിജയിക്കുന്നവനേ ജീവിതമുള്ളൂ. അല്ലാത്തവൻ തോറ്റുമടങ്ങും. ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇന്ന് ഉച്ചയ്ക്ക് എന്റെ പെങ്ങള് ചന്ദ്രയുടെ വിവാഹം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടക്കുക. പ്രകാശാണ് വരൻ. ശാലിനിയുടെ സാന്നിധ്യം ഉണ്ടാവണം. ഞാൻ വരും. ഒരിക്കൽ പ്രകാശ് വന്ന് ഈ ആഗ്രഹം എന്നോട് പറഞ്ഞതാ. പക്ഷെ അന്ന് ഞാൻ അവനെ നിരാശപ്പെടുത്തി വിട്ടു. അതിന് പ്രായശ്ചിത്തമായിട്ട് എനിക്കിതിൽ പങ്കെടുക്കണം. എങ്കില് പ്രകാശിനത് സന്തോഷമാവുകയും ചെയ്യും. ഒപ്പം ശിവൻ എനിക്ക് മറ്റൊരു സഹായം ചെയ്തു തരണം. ശാലിനി പറഞ്ഞു. എനിക്കൊരു യാത്രയുണ്ട് പാപനാശിനി വരെ. എന്റെ ജീവിതത്തില് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ചടങ്ങ് നടത്താനുള്ള യാത്ര. അതിനെനിക്ക് സഹായം വേണം. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ. എന്ത് ബുദ്ധിമുട്ട്? എന്നോട് ചോദിക്കാൻ മനസ്സ് കാണിച്ചല്ലോ, അത് തന്നെ വലിയ സന്തോഷം.